അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല. അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറക്കപ്പെട്ടിട്ടുണ്ട്, അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതും സ്വാഭാവികമായും അത് പോയി കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടു, എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. അവൻ നന്നാവണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിലപാടിനൊപ്പം നാളെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുകയാണ്. മാത്തൂരിലും പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ സ്വീകരണങ്ങള്, വലിയ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ ക്യാമ്പയിനുകൾക്ക് നാളെ തുടക്കമാവുകയാണ്. അവിടെയാണ് കെ സുധാകരൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം 24-ൽ ഹാഷ്മിക്ക് അനുവദിച്ച ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ പലതും തിരുത്തണം, ജീവിതത്തിൽ വന്നുപോയ പല കാര്യങ്ങളും ഇനി വരാതെ നോക്കണം, പലതും തിരുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് സുധാകരൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാകുന്നത്. കാരണം വലിയ രാഷ്ട്രീയ ഭാവിയുള്ള നേതാവാണ്, വലിയ പൊട്ടൻഷ്യലുള്ള, കേപ്പബിലിറ്റിയുള്ള, ജനപിന്തുണയുള്ള, സ്വീകാര്യതയുള്ള നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിയിട്ട്, ശൈലി മാറ്റാനുണ്ടെങ്കിൽ മാറ്റിയിട്ട്. ജീവിത ശൈലിയിൽ മാത്രമേ മാറ്റം വരുത്താനുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മാറ്റവും വരുത്താനില്ല, പൊതുപ്രവർത്തനത്തിൽ ഒരു മാറ്റവും വരുത്താനില്ല. MLA എന്നുള്ള രീതിയിൽ ഒരു പാകതക്കുറവുമില്ല, ഒരു പക്വതക്കുറവുമില്ല, ഒന്നും തന്നെയില്ല. പക്ഷേ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു ക്രിമിനലാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗ വീരനാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടം ഒരു പീഡന വീരനാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതമുള്ളവരാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്ത് പറ്റി അയാൾക്ക് ചില ചാബല്യങ്ങൾ, ചില ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടാത്ത ചില കാര്യങ്ങൾ അയാളിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അത്രമാത്രമേ ഉള്ളൂ. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം തെറ്റാണോ? അല്ല. അപ്പം ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് പ്രധാനമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. എല്ലാ കാര്യങ്ങളും VK ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ എല്ലാം നല്ലതിനാണ്. എല്ലാം നല്ലതുപോലെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയുമാണ്. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ആദ്യം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പ്രചരണത്തിന് പാലക്കാട്ടേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട്ട് വലിയ ആഘോഷം തുടങ്ങാൻ പോകുന്നു, വലിയ ആവേശമാവുകയാണ്. നാളെ മാത്തൂരിൽ, അതായത് മാർച്ച് 9 എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം മാത്തൂരിൽ വലിയ ഒരു ജനസഞ്ചയം തടിച്ചു കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. രാഹുലിൻ്റെ പ്രചരണ ക്യാമ്പയിൻ, ഇലക്ഷൻ കൺവെൻഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. അതിൻ്റെ ഒരു തുടക്കം, നാന്ദി കുറിക്കൽ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. രാഹുൽ ഈ പറഞ്ഞ, സുധാകരൻ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളിലൂടെയായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയാൻ അത് വലിയ മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ല. ഇത്തരം ഈ കുഴിയിൽ ചാടുന്ന ഏർപ്പാടുകളിൽ ഇനി തലവെച്ച് കൊടുക്കരുത് എന്നുള്ളത് മാത്രമാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി വേണ്ടത് വളരെ കൃത്യമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, വളരെ കൃത്യമായിട്ട്. ബാക്കിയെല്ലാം ഒക്കെ ആയിരുന്നു. പൊളിറ്റിക്കൽ ലീഡർ എന്ന രീതിയിൽ, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു ഡിബേറ്റർ എന്നുള്ള രീതിയിൽ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കൃത്യമായിരുന്നു. പേഴ്സണൽ ജീവിതത്തിൽ മാത്രം അവിടെയും ഇവിടെയും ചില പാകപ്പിഴവുകൾ വന്നു എന്നുള്ളതാണ്. ഇനി അതിനെ തിരുത്തിയിട്ടാവണം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. അത് പിന്നെ ഇവിടെ നിർദ്ദേശങ്ങൾ, സുധാകരൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. രാഹുൽ അത് ശിരസ വഹിച്ചിരിക്കുന്നു, അത് അയാൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ജീവിതം ഈ വന്നുപോയിരിക്കുന്ന പാകപ്പിഴവുകളെ തിരുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള ജീവിതമെന്ന് രാഹുൽ തന്നെ തുറന്നു പറയുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അയാളെ എല്ലാവിധ പിന്തുണയും കൊടുക്കണം. നമ്മൾ അയാൾക്ക്, അയാളുടെ ബാക്ക് ബോണായിട്ട് നമ്മൾ നിൽക്കണം.
അയാൾക്ക് ഇനി മുന്നേറാൻ, ഇനി കുതിച്ചു ചാടാൻ അയാൾക്കുള്ള ഒരു എനർജിയായിട്ട് നമ്മളെല്ലാവരും മാറണമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. എന്താണെങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ നാളെ തിരിച്ചെത്തുന്നു, പാലക്കാട് തിരിച്ചെത്തുന്നു എന്ന് മാത്രമല്ല, പാലക്കാട് ഇലക്ഷൻ പ്രചരണം തുടങ്ങുക. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളെന്താ വേണ്ടത്? രാഹുൽ പ്രചരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ അത് കൂടുതൽ ആളുകളിലേക്ക്, അതിന് മണ്ഡലത്തിന് പുറത്തേക്കാണെങ്കിലും ശരി, ഇപ്പോൾ മണ്ഡലത്തിൽ പുറത്തേക്ക് പ്രചരണം നടത്തി, മണ്ഡലത്തിന് പുറത്തുള്ള ആൾക്ക് പാലക്കാട് വോട്ടില്ല, ശരിയാണ്. പക്ഷേ ഒന്നുണ്ട്, എന്താണത്? നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, രാഹുലിനെ കൊത്തിക്കീറാൻ, രാഹുലിനെ വേട്ടയാടാൻ, രാഹുലിനെ മാധ്യമ വിചാരണ നടത്താൻ, രാഹുലിനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കാൻ, രാഹുലിനെ ക്രൂരനാക്കാൻ പലരും നടത്തിയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാഹുലിന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തുന്നു, വിത്സ് രാഹുൽ മാങ്കൂട്ടം, ഇതാണ് ക്യാമ്പയിൻ. അപ്പോൾ നാളെ രാഹുൽ വരുമ്പോൾ തീർത്തും പാലക്കാട് കാലുകുത്തുന്ന, നാളെ മാത്തൂരിലെ സ്വീകരണത്തിലും പരിപാടികളിലും പങ്കെടുക്കുന്ന രാഹുൽ എന്ന് പറയുന്നത് തീർത്തും ഒരു പുതിയ രാഹുലാണ്. എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ലൈഫ്, അവിടെ അയാൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. പേഴ്സണൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നാളെ രാഹുൽ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം നാളെ പാലക്കാട്ടെത്തും. പാലക്കാട്ട് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് എത്തുക. ഈ പറഞ്ഞ എന്താ പറയേണ്ടത്, തിരുത്തലുകൾ അത് അയാളുടെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം രാഹുൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, എസ്പെഷ്യലി ഈ ഒരു അറസ്റ്റിന് ശേഷം ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് വന്നിരിക്കുന്ന കത്തുകളും ഫോൺ കോളുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് അയാൾ തന്നെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ ഒരു മാറ്റം, ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിയായിട്ട്, ഒരു പുതിയ രാഹുലായിട്ടാണ് നാളെ പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇനി വേണ്ടത് എന്താണ്? അയാൾ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ രാഹുൽ വേണം. കാരണം ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ വരുന്ന യുവജനങ്ങളിൽ കൂട്ടത്തിൽ, അല്ലെങ്കിൽ യുവ നേതാക്കളുടെ കൂട്ടത്തിൽ രാഹുലിനെ കവച്ചു വെക്കാൻ കഴിവുള്ള, കെൽപ്പുള്ള, പ്രാപ്തിയുള്ള ഏതൊരു നേതാവാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊരു നേതാവാണുള്ളത്? ഒരുത്തരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രാഹുൽ എവിടെ വേണം? രാഷ്ട്രീയ ഭൂപടത്തിൽ വേണം. രാഹുൽ നിയമസഭയിൽ വേണം. രാഹുൽ പൊതുരാഷ്ട്രീയത്തിൽ വേണം. പറ്റുമെങ്കിൽ നല്ല മിന്നും വിജയം. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ ആ പിന്തുണ കണ്ടിട്ടാണ് കോൺഗ്രസ് വലിയ പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. കോൺഗ്രസ് മറ്റു പലരെയും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ചർച്ചകൾ വരെ എത്തിയതാ. അവിടെ നിന്ന് ടേൺ അടിച്ച് രാഹുൽ തന്നെ എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്താൻ കാരണം എന്താ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. കോൺഗ്രസ് പാലക്കാടും പാലക്കാടിൻ്റെ സമീപ പ്രദേശങ്ങളിലും കേരളത്തിലാകമാനവും ഒരു പഠനം നടത്തി രാഹുലിനെക്കുറിച്ച്, രാഹുലിൻ്റെ ജനപിന്തുണയെക്കുറിച്ച്, രാഹുലിൻ്റെ ജനസ്വീകാര്യതയെക്കുറിച്ച്. കോൺഗ്രസിന് ഒരു കാര്യം വ്യക്തമായി, ആരോപണങ്ങൾക്ക് മുൻപും ആരോപണങ്ങൾക്ക് പിൻപുമുള്ള രാഹുൽ ആദ്യത്തേതിനേക്കാളും വലിയ ശക്തനായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം, ജനപിന്തുണക്ക് ഒരു കുറവും കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസിന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ നൽകിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് അകമഴിഞ്ഞ്, കൈയഴിഞ്ഞ്, മെയ്യഴിഞ്ഞ് പിന്തുണച്ചാൽ എന്തുണ്ടാവും? അയാൾ ഒരു ക്യാബിനറ്റ് പദവിയിൽ UDF മന്ത്രിസഭയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ UDFൻ്റെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് പദവിയിലെങ്കിലും ഉണ്ടാകും. മനസ്സിലായില്ലേ? മന്ത്രിയൊന്നും ചിലപ്പോൾ ആക്കിയില്ലെങ്കിലും ചിലപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെന്ത് വേണം? നമ്മുടെ വലിയ പിന്തുണ വേണം. പിന്തുണക്കണം രാഹുലിനെ. മിന്നും വിജയം നമ്മൾ കരസ്ഥമാക്കി കൊടുക്കണം. അപ്പോൾ രാഹുൽ തിരിച്ചെത്തുന്നത് വളരെ കൃത്യമായി കെ സുധാകരനെ പോലെയുള്ള ആളുകൾ, കെ സുധാകരൻ മാത്രമാണെന്നൊന്നും ആരും കരുതണ്ട. നമ്മൾ ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ രാഹുൽ വിഷയത്തിൽ നമ്മൾ തെറി വിളിക്കുന്ന ആളുകൾ പോലും
രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഉപദേശം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പിന്തുണയോട് കൂടിയും ഇവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടിയും ഇവരുടെയൊക്കെ പദ്ധതി പ്രകാരം രാഹുൽ മാങ്കൂട്ടം നാളെ തിരിച്ചെത്തുന്നു. തീർത്തും ഒരു പുതു രാഹുലായിട്ട്, ഒരു നയാ രാഹുൽ, ഒരു പുതിയ രാഹുൽ നാളെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പാലക്കാട് എന്താണെങ്കിലും വലിയ ആവേശം കേട്ടോ. ഞാനിപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്, പാലക്കാട്ടെ ഈ പ്രാദേശിക നേതൃത്വം ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ, അതിൽ മുൻ കൗൺസിലർമാരുണ്ട്, അല്ല ബ്ലോക്ക് കമ്മിറ്റിയുടെ ചില നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് മുൻപ് ഓഗസ്റ്റിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന് രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ രാഹുലിനെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കാനും സജീവമാക്കാനും വേണ്ട സൗകര്യങ്ങളും വേണ്ട വേദികളും ഒക്കെ ഒരുക്കി കൊടുത്തത് ഇതേ നേതാക്കൾ തന്നെയാണ്. ആ നേതാക്കൾ തന്നെയാണ് നാളെ രാഹുലിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് ചേർത്ത് നിർത്തും, വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, പലരെയും ചേർത്ത് നിർത്തും, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ആ കാര്യം പറഞ്ഞതുകൊണ്ടതിലേക്ക് കിടക്കുന്നില്ല, ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാലക്കാട് നാളെ വലിയൊരു ആവേശമാണ്. കാരണം മാത്തൂരിൽ നാളെ രാഹുൽ വരുന്നു, അവിടെ വലിയ പരിപാടികൾ ഉണ്ടാകുന്നു, ഇലക്ഷൻ ക്യാമ്പയിന് തുടക്കമാകുന്നു. ഈ പറഞ്ഞ സുധാകരൻ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നൽകിയ നിർദ്ദേശപ്രകാരം വലിയ ഒരു പെരുമാറ്റച്ചട്ടക്കൂട്ടിനകത്തേക്ക് രാഹുലിനെ പിടിച്ചിരുത്തിയിട്ടാണ് നാളെ രാഹുലിനെ പാലക്കാട്ട് അവരോധിക്കാൻ പോകുന്നത്.